പ്രപഞ്ചരക്ഷയ്ക്കായി അതിഘോര രൂപം കൊണ്ട് വേതാളത്തെ വാഹനമാക്കി ദാരികനെ വധിച്ച ശേഷം ശത്രുസംഹാരമൂർത്തിയായി സർവാലങ്കാര വിഭൂഷിതയായ ജഗദംബിക ഭക്തജനങ്ങളെ രക്ഷിക്കുന്നതിനായി വാഴുന്ന പുണ്യപുരാതന ദേവീ സ്ഥാനമാണ് വാരനാട് ദേവീക്ഷേത്രം. പൊതുവിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയുടെയും സകല ചരാചരങ്ങളുടെയും നന്മയ്ക്കായി ഋഷീശ്വരന്മാർ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനമത്രേ. പ്രപഞ്ചത്തിലെ ഈശ്വര ചൈതന്യത്തെ കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക പ്രദേശത്തേക്ക് സങ്കുചിതമാക്കി വച്ചിരിക്കുന്ന സംവിധാനമാണ് പൊതുവിൽ ക്ഷേത്രം എന്ന് പറയുന്നത്. ഭദ്രകാളി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പൊതുവിൽ കുജനെ കൊണ്ടാണ് ചിന്തിക്കപ്പെടുന്നത്. രോഗകാരകനായി വർത്തിക്കുന്നതാണ് കുജൻ. കുജൻ ഭൂമസുതനാണ്. ശത്രുപരമായിട്ടുള്ള വിഷയത്തിനു വേണ്ടിയും രോഗനിവാരണത്തിനും കുജന്റെ അനുഗ്രഹം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അങ്ങനെയുള്ള കുജന്റെ ഒരു സ്വരൂപമത്രേ ഭദ്ര. ഇങ്ങനെ കുജന്റെ അതിരൗദ്രമായ ഒരു ഭാവത്തിലുള്ള ക്ഷേത്രമാണ് വാരനാട് ദേവീക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്ത് തണ്ണീർമുക്കം പഞ്ചായത്തിലാണ് വാരനാട് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വാരനാട് ദേവീക്ഷേത്ര ഉത്പത്തിയെ സംബന്ധിച്ച് വാരനാട് നിവാസികൾക്കിടയിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് വയലാർ പുതിയക്കൽ കോവിലകത്തെ തമ്പുരാന്റെ ആരാധനാമൂർത്തിയായിരുന്നു വാരനാട് ഭഗവതി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ ബന്ധുഗൃഹമായ മണ്ണഞ്ചേരി കോവിലകത്തേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. തൊട്ടടുത്തുള്ള വേമ്പനാട് കായലിലൂടെ തോണിയിലായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. താൻ ഓരോ യാത്രയിലും ഒപ്പം കരുതാറുള്ള തന്റെ ഉപാസനാമൂർത്തിയായ പഞ്ചലോഹ കണ്ണാടി ബിംബം ഈ യാത്രയിൽ അദ്ദേഹം കൂടെ കരുതിയിരുന്നു. യാത്ര ആരംഭിച്ച് ഏറെ കഴിയുകയും കാർമേഘ പടലങ്ങൾ കൊണ്ട് ആകാശം പൊടുന്നനെ മൂടുകയും കാറ്റും മഴയും ഇടിയും മിന്നലും ഒരുപോലെ വന്ന് ഭവിക്കുകയും ചെയ്തു. ശക്തമായ കാറ്റും കോളും മൂലം പ്രക്ഷുബ്ധമായ കായൽ തമ്പുരാന്റെ കൊച്ചുവള്ളത്തെ പിടിച്ചുലയ്ക്കുവാൻ ആരംഭിച്ചു. അപകടം മുന്നിൽ കണ്ട തമ്പുരാനാകട്ടെ അടുത്തു കണ്ട ഒരു കാട്ടുപ്രദേശത്തേക്ക് തന്റെ തോണി അടുപ്പിക്കുകയുണ്ടായി. കണ്ടൽ ചെടികളും എരുക്കൻ കൂട്ടങ്ങളും തിങ്ങി നിൽക്കുന്ന ഒരു പ്രദേശത്തായിരുന്നു തമ്പുരാൻ തന്റെ തോണി അടുപ്പിച്ചത്. കാറ്റും മഴയും ഇടിയും മിന്നലും മൂലമുള്ള പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ നിന്നും രക്ഷപ്പെടുവാനായി അടുത്തു കണ്ട കാട്ടുപ്രദേശത്ത് അഭയം തേടിയ തമ്പുരാൻ കുറച്ചകലെയായി വലിയ പൊത്തോടുകൂടിയ ഒരു മരം കാണുവാനിടയായി. ആ വൃക്ഷത്തിന്റെ പൊത്തിൽ തമ്പുരാൻ ആ രാത്രി മുഴുവൻ ചെലവഴിക്കുകയുണ്ടായി. പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം യാത്ര തുടരാം എന്ന് കരുതിയ തമ്പുരാൻ കണ്ണാടി ബിംബം എടുക്കുവാനായി ശ്രമിച്ചപ്പോൾ മണ്ണിൽ നിന്നും അത് ഉയർത്തുവാൻ സാധിച്ചില്ല. ഈ വിവരമറിഞ്ഞ നാട്ടുപ്രമാണിയായ വാര്യാട്ട് പണിക്കരും ദേശവാസികളും സ്ഥലത്തെത്തി. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ അവർ ഇതിന്റെ നിജസ്ഥിതി അറിയുവാനായി പ്രശ്നം ലഭിക്കുവാൻ തീരുമാനിച്ചു. ഇപ്രകാരം പ്രശ്നം നടത്തുകയുണ്ടായി. പ്രശ്നവിധി പ്രകാരം ദേവിക്ക് മറ്റൊരിടത്തേക്ക് പോകുവാൻ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയ തമ്പുരാൻ ദേവിയുടെ ആഗ്രഹത്തോട് യോജിച്ചു. തുടർന്ന് ദേവിയുടെ ആഗ്രഹപ്രകാരം ദേവിയെ അവിടെ കുടിയിരുത്തി. സമീപസ്ഥരായ കിഴക്കേടത്ത് കുടുംബക്കാരും സ്ഥലമുടമയായ വാര്യാട്ട് കാരണവരും ചേർന്ന് ഒരു ക്ഷേത്രം പണികഴിപ്പിക്കുകയും ദേവിയെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. മണൽ വാരിക്കൂട്ടി ദേവിക്ക് ഇരിപ്പിടമൊരുക്കിയതിനാൽ ഈ പ്രദേശത്തിന് വാര്യനാട് എന്ന് നാമം സിദ്ധിക്കുകയും പിന്നീട് വാര്യനാട് എന്ന പദം ലോപിച്ച് വാരനാടായി തീർന്നു എന്നുമാണ് പറഞ്ഞു കേൾക്കുന്നത്. ചരിത്രപരമായി പരിശോധിച്ചാൽ വാരനാട് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഒരു കാലത്ത് വാര്യാട്ട് കുടുംബത്തിന്റെ വകയായിരുന്നു എന്നാണ് കാണുന്നത്. ദേവി പ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രത്തിനായി വാര്യാട്ട് തറവാട്ട് വക 24 ഏക്കർ ഭൂമിയും നൽകുകയുണ്ടായി. അന്നു മുതൽ ഇന്നുവരെ ക്ഷേത്രത്തിലെ നിത്യജ്ഞാന ചെലവിനായി ഒരു തുക വാര്യാട്ട് തറവാട്ട് നൽകി വരുന്നു. ഇന്നും ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ ആദ്യ നൈവേദ്യം വാര്യാട്ട് തറവാട്ട് വകയാണ്.
കിഴക്കോട്ട് ദർശനമായിട്ടാണ് വാരനാട്ടമ്മ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നത്. നിത്യേന 5 പൂജയും ശീവേലിയുമാണ് ഇവിടെ. കടിയക്കോൽ ഇല്ലത്തിനാണ് ഇവിടെ തന്ത്രാധികാരം. രാവിലെ നട തുറന്നതിന് ശേഷം നിർമ്മല്യം തൊഴൽ, അഭിഷേകം, മലർ നിവേദ്യം, ഉഷനിവേദ്യം, എതിർത്ത് പൂജ, ശീവേലി, പന്തീരടി പൂജ, ഉച്ചപൂജ, ഉച്ച ശീവേലി, വൈകിട്ടുള്ള ദീപാരാധന, അത്താഴ പൂജ എന്നിവയാണ് ഇവിടുത്തെ നിത്യേനയുള്ള പൂജാക്രമം. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി ഭക്തജനങ്ങൾ നടത്തിവരുന്ന അറുനാഴി പായസം വാരനാട് ദേവീക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. അറുനാഴി പായസം വഴിപാട് നടത്തിയാൽ 6 ഉദ്ദിഷ്ട കാര്യം സാധിക്കും എന്നാണ് ഭക്തർക്കിടയിലുള്ള വിശ്വാസം. അറുനാഴി പായസം കൂടാതെ മുന്നാഴി, നാഴിയുരി എന്നീ വഴിപാടുകളും ഇവിടെ നടത്തിവരുന്നു. മോഷണം പോയ മുതൽ തിരികെ ലഭിക്കുന്നതിനായി ഭക്തർ നടത്തിവരുന്ന ഒരു വഴിപാടായ കൈവട്ടക്കുരുതി ഈ ക്ഷേത്രത്തിലെ പ്രാധാന്യമറിയിക്കുന്ന വഴിപാടുകളിൽ ഒന്നാണ്. കരിക്കും വെള്ളത്തിൽ ചുണ്ണാമ്പും മഞ്ഞളും ചേർത്ത് അത് കൈവട്ടകയിലാക്കി ഭഗവതിക്ക് ഉച്ചപൂജാ വേളയിൽ നിവേദിക്കുന്നതാണ് കൈവട്ടകക്കുരുതി. കൈവട്ടകക്കുരുതി വഴിപാട് പ്രസാദം വാങ്ങുന്നതിനായി ധാരാളം ഭക്തജനങ്ങൾ ഉച്ചപൂജാ വേളയിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഇവ കൂടാതെ ക്ഷേത്രം മതിലിന് വെളിയിലായി സ്ഥിതി ചെയ്യുന്ന രക്തേശ്വരി പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ മാസത്തിൽ ഒരു ദിവസം നിവേദ്യം നടത്തുന്നു. എല്ലാ മാസത്തിലെയും അവസാന വെള്ളിയാഴ്ചയിൽ ഇവിടെ കലംകരിക്കൽ നിവേദ്യം നടത്തും. വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഉത്തമ മംഗല്യസിദ്ധിക്കും വേണ്ടി വാരനാട് ദേവീക്ഷേത്രത്തിൽ സ്വയംവര പൂജ അഥവാ ഉമാമഹേശ്വര പൂജയും നടത്തിവരുന്നു. മംഗല്യസിദ്ധിക്കായി സ്വയംവര പുഷ്പാഞ്ജലിയും ഇവിടെ നടത്തിവരാറുണ്ട്. ഞായറാഴ്ചകളിലെ കാളി സഹസ്രനാമ പുഷ്പാഞ്ജലി, ചൊവ്വാഴ്ചകളിലെ ശത്രുസംഹാര പൂജ, എല്ലാ മാസത്തിലെയും അവസാനത്തെ വെള്ളിയാഴ്ചകളിൽ നടത്തുന്ന നാരങ്ങാവിളക്ക് പൂജ തുടങ്ങിയവയും ഇവിടെ പ്രാധാന്യമറിയിക്കുന്ന വഴിപാടുകളും പൂജകളുമാണ്. വാരനാട് ദേവീക്ഷേത്രത്തിലെ കൊടിയേറ്റുത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളും ആചാരാനുഷ്ഠാനങ്ങളും നടത്തി കുംഭമാസത്തിലെ ഭരണിനാൾ ആറാട്ട് വരത്തക്ക വിധം 14 ദിവസത്തെ ദൈർഘ്യമേറിയ തിരുവുത്സവമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. കൊടിയേറ്റ് മുതൽ ആറാട്ട് വരെ 13 ദിവസം രാപ്പകൽ ഭേദമന്യേ ദേവി ഊരുവലം എഴുന്നള്ളത്തിനിറങ്ങുന്നു. വയലാർ, തണ്ണീർമുക്കം, ചേന്നം പള്ളിപ്പുറം എന്നീ പ്രദേശങ്ങളിലും ചേർത്തല നഗരത്തിലും ആയിരക്കണക്കിന് നിറപറകൾ ഈ അവസരത്തിൽ ഭക്തജനങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നു. കുംഭഭരണി ഉത്സവ ദിവസം രാവിലെ ഭരണി ദർശനം ആരംഭിക്കുന്നു. അന്ന് രാത്രിയിലാണ് തിരുവുത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന പ്രസിദ്ധമായ ഗരുഡൻ പൂജ. വാരനാട്ടമ്മയ്ക്ക് ഏറ്റവും പ്രിയങ്കരവും ശ്രേഷ്ഠവുമായ വഴിപാടാണ് തിരുവുത്സവ വേളയിൽ നടത്തുന്നത് ഗരുഡൻ പൂജ. ദാരികവധത്തിനു ശേഷം ഭദ്രകാളിയുടെ ക്രോധം ശമിപ്പിച്ച് സാന്ത്വനപ്പെടുത്തുന്നതിനായി മഹാവിഷ്ണു ഗരുഡനെ ദേവീ സന്നിധിയിലേക്ക് അയച്ചു. സന്തോഷചിത്തനായ ഗരുഡൻ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രഥത്തിൽ എഴുന്നള്ളി തന്റെ രക്തം ദേവിക്ക് സമർപ്പിച്ചു. രക്തം സ്വീകരിച്ച ദേവി അതീവ സന്തുഷ്ടയാവുകയും തന്റെ ഭക്തന് ആവശ്യമായ വരദാനങ്ങൾ നൽകുകയും ചെയ്തു. ഇത് ഓർമ്മിപ്പിക്കുന്നതിനാണ് ദേവിക്ക് ഇഷ്ടപ്പെട്ട ഗരുഡൻ തൂക്കം ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത്. അർദ്ധരാത്രിയോടെ ആരംഭിക്കുന്ന ഗരുഡൻ തൂക്കം ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരം കടന്ന് പടിഞ്ഞാറേ നടയിലൂടെ വടക്കുവശം ചുറ്റി കിഴക്കേ നടയിൽ എത്തുന്നതോടുകൂടി ഗരുഡൻ തൂക്കത്തിന്റെ ചടങ്ങുകൾ അവസാനിക്കുന്നു. തിരുവുത്സവത്തെ കൂടാതെ മീനഭരണി ഉത്സവവും ഈ ക്ഷേത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസമാണ്. ഈ ദിനത്തിലെ കുംഭക്കുടം വഴിപാടിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. മകരഭരണി നാളിലെ പൊങ്കാല മഹോത്സവം ഇവിടുത്തെ മറ്റൊരു വിശേഷാൽ ചടങ്ങാണ്. മേടമാസത്തിൽ പുണർതം നാളിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠാദിനം. കൂടാതെ
നവരാത്രി സംഗീതോത്സവം, വൃശ്ചികം ധനു മാസങ്ങളിലെ മണ്ഡല മാസാചരണം, കളമെഴുത്തും പാട്ടും, വലിയ കുളം പൂജ, സപ്താഹ നവാഹയജ്ഞം, ആണ്ടുപിറപ്പ് തുടങ്ങിയവയെല്ലാം ഇവിടെ വളരെ പ്രാധാന്യത്തോടുകൂടി ആഘോഷിക്കുന്നു. മണ്ഡലകാലത്ത് 41-ാം നാൾ വൈകിട്ട് നടത്തുന്ന വലിയ കുരുതി ഈ ക്ഷേത്രത്തിൽ പ്രധാനമാണ്. ക്ഷേത്രത്തിന് കൊടുങ്ങല്ലൂരുമായുള്ള ബന്ധത്തിന്റെ പ്രതീകം കണക്കെ നിലകൊള്ളുന്നതാണ് വലിയ കുരുതി. മുഖ്യദേവതയെ കൂടാതെ ക്ഷേത്രാധിപതിയായ ശിവൻ, കൊടുങ്കാളി, ക്ഷേത്ര പരിപാലകൻ, രക്തേശ്വരി, നാഗരാജാവ്, നാഗയക്ഷി, രക്ഷസ്, അറുകൊല, ഗണപതി എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ശിവക്ഷേത്രത്തിൽ പ്രദോഷപൂജ, വലിയ ധാര, പഞ്ചധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, തിങ്കളാഴ്ചകളിൽ ശിവസഹസ്രനാമാർച്ചന എന്നിവയും നടത്തപ്പെടും. വാരനാട് ദേശത്തിന്റെ മാതൃദേവതയായി നാടിനെ ദുരന്തങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും കാത്തുരക്ഷിച്ചുകൊണ്ട് ചൈതന്യവതിയായി പരിലസിക്കുകയാണ് ഇവിടെ വാരനാട്ടമ്മ.